നമസ്കാരം. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും ആശങ്കകളും ഒട്ടും ശമിക്കുന്നില്ല എന്നതിന്റെ വ്യക്തമായ തെളിവുകളാണ് കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ചെങ്കടലിൽ നിന്നും പുറത്തുവരുന്നത്. ബാബൻ മന്ദേബ് കടലിടുക്കിലും ചെങ്കടൽ മേഖലയിലും ഹൂതി വിമതർ വീണ്ടും തങ്ങളുടെ ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ്. അന്താരാഷ്ട്ര എണ്ണ കപ്പലുകളുടെയും ചരക്കു കപ്പലുകളെയും ലക്ഷ്യമിട്ട് അവർ നടത്തിയ പുതിയ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ മേഖലയെ വീണ്ടും വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ പുറത്തുവന്ന വാർത്തകളുടെ തുടർച്ചയായി ഏതാനും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ചെങ്കടലിലൂടെ കടന്നു പോവുകയായിരുന്ന ഒന്നിലധികം എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഹൂതികൾ പോർവിളിയുമായി എത്തി. ആക്രമണത്തിൽ ചില കപ്പലുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും എന്നാൽ വൻ ദുരന്തം ഒഴിവായതായും അന്താരാഷ്ട്ര നാവികസേനാ വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ പുതിയ നീക്കത്തോടെ ചെങ്കടൽ വീണ്ടും ഒരു സജീവ പോർമുഖമായി മാറിയിരിക്കുകയാണ്. ഗാസയിലും സമീപ പ്രദേശങ്ങളിലും തുടരുന്ന പ്രതിസന്ധിക്ക് പരിഹാരമാകാത്ത പക്ഷം തങ്ങളുടെ ആക്രമണങ്ങൾ നിർത്തലാക്കില്ല എന്ന ഉറച്ച നിലപാടിലാണ് ഹൂതികൾ. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപാര അതിർത്തികളിൽ ഒന്നായ ഈ മേഖലയിലൂടെയുള്ള കപ്പൽ ഗതാഗതം ഇതോടെ പൂർണ്ണമായും താറുമാറായിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജലപാതകളിൽ കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ അമേരിക്കയും ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള സഖ്യസേനയും തമ്പടിച്ചിട്ടുണ്ട് എങ്കിലും ഹൂതികളുടെ അപ്രതീക്ഷിത ആക്രമണങ്ങളെ പൂർണ്ണമായും തടയാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. അമേരിക്കൻ യൂറോപ്യൻ നാവികസേനകൾ പ്രതിരോധ മിസൈലുകൾ ഉപയോഗിച്ച് പല ഡ്രോണുകളും തകർത്തതായും അവകാശപ്പെടുന്നുണ്ട് എങ്കിലും ആക്രമണങ്ങളുടെ തീവ്രത ഒട്ടും കുറഞ്ഞിട്ടില്ല. ഈ ഘട്ടത്തിൽ ചെങ്കടലിലൂടെയുള്ള എണ്ണക്കപ്പലുകളുടെ നീക്കം താൽക്കാലികമായി നിർത്തിവെക്കാൻ ആഗോള ഷിപ്പിംഗ് കമ്പനികൾ തീരുമാനിച്ചിരിക്കുകയാണ്. കൂടുതൽ സുരക്ഷിതമായ ആഫ്രിക്കൻ വൻകര ചുറ്റിയുള്ള കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴിയുള്ള ദീർഘദൂര പാത തിരഞ്ഞെടുക്കാൻ കമ്പനികൾ ഇതോടെ നിർബന്ധിതരാകുന്നു. ഇത് ചരക്ക് കൂലി കുത്തനെ ഉയരുന്നതിനും ആഗോളതലത്തിൽ എണ്ണവില വർദ്ധിപ്പിക്കുന്നതിനും ഒപ്പം സാധന സാമഗ്രികളുടെ വിതരണ ശൃംഖലയെ കടുത്ത പ്രതിസന്ധിയിലാക്കുന്നതിനും കാരണമാകുന്നുണ്ട്. ഒരു പ്രാദേശിക പോരാട്ടത്തിനപ്പുറം ഇറാന്റെ പിന്തുണയോടെ ഹൂതികൾ നടത്തുന്ന ഈ നീക്കങ്ങൾ വൻ ശക്തികൾ തമ്മിലുള്ള ഒരു നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങളെ എത്തിക്കുമോ എന്ന ഭയത്തിലാണ് ലോകരാജ്യങ്ങൾ. ഒന്നാലോചിച്ചാൽ ഇറാൻ ഈ ചെയ്യുന്നതെല്ലാം അവരുടെ ആത്മാഭിമാനത്തിന്റെ അല്ലെങ്കിൽ അവരുടെ അധികാരത്തിനുമേലുള്ള കടന്നുകയറ്റങ്ങളുടെ അടിച്ചമർത്തൽ തന്നെയാണ്. എന്തിനാണ് വെറുതെ ഇരുന്ന ഇറാനോട് ഇത്തരത്തിൽ ഏറ്റുമുട്ടാൻ അമേരിക്ക സന്നദ്ധമായത്? ഇറാനിലെ എണ്ണ കണ്ടിട്ടോ അല്ലെങ്കിൽ അധികാരം പിടിച്ചെടുക്കാമെന്ന വ്യാമോഹത്താലോ? പക്ഷെ രണ്ടും നടക്കാൻ ഇത് വെനസ്വേലയായിരുന്നില്ല, ഇത് ഇറാനാണ്. പോരാട്ട വീര്യം ജന്മനാൽ കിട്ടിയിരിക്കുന്ന ജനതയാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇത്തരം പോരാട്ടങ്ങൾ അമേരിക്കയ്ക്ക് പരിധിയുണ്ടായിരുന്നു. സാമ്പത്തികമായി ലോകത്തെ പൂട്ടിയിടാൻ കഴിയുന്ന തന്ത്രപ്രധാനമായ ഈ നാവികപാതയിലെ സംഘർഷം ഇനിയും നീണ്ടുപോയാൽ അത് ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിലെ വിപണിയെ രൂക്ഷമായി ബാധിക്കും. ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെടും എന്ന് ട്രംപ് പറയുമ്പോൾ ഇതെല്ലാം പ്രതീക്ഷിക്കേണ്ടത് തന്നെയാണ്. എന്തിനാണ് ലോകരാജ്യങ്ങളെ മുഴുവൻ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്ന പ്രഹസനം അമേരിക്ക നടത്തുന്നത്? ആർക്കു വേണ്ടിയാണ്? ഇത്രനാൾ കൂടെ ഉണ്ടായിരുന്ന ഇസ്രായേലിന്റെ പൊടി പോലും ഇപ്പോൾ കാണാനില്ല. കാരണം സ്വന്തം നിലനിൽപ്പിനെ അടിസ്ഥാനമാക്കി നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അമേരിക്ക വീണ്ടും അത് തുടരുകയാണ്. ഈ തുടർച്ച ബാധിക്കുന്നത് അമേരിക്കയെയല്ല, ലോകത്തിലുള്ള മറ്റ് രാജ്യങ്ങളെയാണ്. നയതന്ത്ര തലത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്ന് വാഷിംഗ്ടണും ഐക്യരാഷ്ട്രസഭയും വ്യക്തമാക്കുമ്പോഴും ഒരു ചോദ്യം ബാക്കിയാവുകയാണ്. എന്തുകൊണ്ടാണ് ഒരു രാജ്യത്തിന്റെ ആണവ നിലയത്തെ ആക്രമിക്കുമെന്ന് അമേരിക്ക പറയുമ്പോൾ ഈ ഐക്യരാഷ്ട്രസഭ പോലും മിണ്ടാതെ നിൽക്കുന്നത്? ചെങ്കടലിലെ ഈ യുദ്ധസമാന സാഹചര്യം അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കലുഷിതമാകാനാണ് സാധ്യത. വരും മണിക്കൂറിൽ ചെങ്കടലിൽ നിന്ന് പുറത്തുവരുന്ന ഓരോ വിവരങ്ങളും ലോക സാമ്പത്തിക രംഗത്തെയും രാഷ്ട്രീയത്തെയും സംബന്ധിച്ച് അതീവ നിർണായകമായിരിക്കും. ചെങ്കടൽ മേഖലയിൽ ഹൂതികൾ തുറന്നിരിക്കുന്ന ഈ പുതിയ പോർമുഖം കേവലം ഒറ്റപ്പെട്ട ഒരു ആക്രമണമല്ല, മറിച്ച് പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ ഭൂപടത്തെ മാറ്റിമറിക്കുന്ന വലിയൊരു തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണ്. ചെങ്കടലിലൂടെ ദിവസേന ദശലക്ഷക്കണക്കിന് ബാരൽ എണ്ണയും ലോക വ്യാപാരത്തിന്റെ വലിയൊരു ശതമാനവുമാണ് കടന്നു പോകുന്നത്. ഈ പാതയിലെ സുരക്ഷ അപകടത്തിലാകുന്നതോടെ പാശ്ചാത്യ സാമ്പത്തിക ശക്തികളുടെ നട്ടെല്ലിനാണ് പ്രഹരമേൽക്കുന്നത്. അത് മനസ്സിലാക്കാൻ അമേരിക്കയ്ക്ക് മാത്രം സാധിക്കാഞ്ഞിട്ടല്ല, ഇതൊരു അവസരമാണ്. മുട്ടനാടുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ചോര കുടിക്കാൻ വരുന്ന ചെന്നായയാണ് അമേരിക്ക. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇത് കൊയ്ത്ത് കാലമാണ്. ആയുധങ്ങളായും മറ്റു കാര്യങ്ങളായും എണ്ണയായും ഒക്കെ അമേരിക്ക ഇപ്പോൾ നല്ല ലാഭമാണ് കൊയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് എത്രനാൾ തുടരുന്നുവോ അത്രനാൾ തുടരട്ടെ എന്ന് തന്നെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. തങ്ങളെ സൈനികമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന വൻ ശക്തികൾക്ക് സാമ്പത്തികമായി കനത്ത തിരിച്ചടി നൽകുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് ഹൂതികൾ എണ്ണ ടാങ്കറുകളെയും അന്താരാഷ്ട്ര ചരക്കു കപ്പലുകളെയും കൃത്യമായി ലക്ഷ്യമിടുന്നത്. ഇതിനായി അവർ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയും മിസൈലുകളുടെ പ്രഹരശേഷിയും പാശ്ചാത്യ ശക്തികളെ പോലും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് വികസിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ബാബൽ മന്ദേബ് കടലിടുക്കിൽ
കടലിടുക്കിൽ അമേരിക്കയും ബ്രിട്ടനും തങ്ങളുടെ നാവികസേനയുടെ വൻ ശക്തി തന്നെ വിന്യസിച്ചിട്ടുണ്ട്. കപ്പലുകൾക്ക് സംരക്ഷണം നൽകാനും ഹൂതികളുടെ ഡ്രോൺ മിസൈൽ കേന്ദ്രങ്ങൾ തകർക്കാനും നിരന്തരം വ്യോമാക്രമണങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും ഹൂതികളുടെ പ്രതിരോധ ശേഷിയെയോ ആക്രമണ വീര്യത്തെയോ തെല്ലും തളർത്താൻ സഖ്യസേനയ്ക്ക് കഴിഞ്ഞിട്ടില്ല. ഓരോ ആക്രമണത്തിന് ശേഷവും കൂടുതൽ കരുത്തോടെയും പുതിയ തന്ത്രങ്ങളോടെയുമാണ് ഹൂതികൾ തിരിച്ചടിക്കുന്നത്. ഇതിനു പിന്നിൽ ഇറാന്റെ സൈനിക സാങ്കേതിക പിന്തുണയുണ്ട് എന്ന് വാഷിംഗ്ടൺ ആവർത്തിക്കുമ്പോൾ തങ്ങളുടെ ഭൂപ്രകൃതിയും ഭൂഗർഭ താവളങ്ങളും പ്രയോജനപ്പെടുത്തി പോരാട്ടം തുടരാൻ ഹൂതികൾക്ക് സാധിക്കുന്നു എന്നത് മേഖലയിലെ അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന്റെ പരാജയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഈ സംഘർഷം മൂലം ആഗോള ഷിപ്പിംഗ് മേഖല നേരിടുന്ന പ്രതിസന്ധി അതിരൂക്ഷമാണ്. ലോകത്തിലെ വൻകിട മൾട്ടിനാഷണൽ കമ്പനികൾ പലതും ചെങ്കടൽ വഴിയുള്ള യാത്ര പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുകയാണ്. പകരം ആഫ്രിക്ക വൻകര ചുറ്റി സുനന്ദ പ്രതീക്ഷ മുനമ്പ് വഴി കപ്പലുകൾ തിരിച്ചുവിടുമ്പോൾ യാത്രാ സമയം 2 മുതൽ 3 ആഴ്ച വരെ വർദ്ധിക്കുന്നു. ഇത് വലിയ തോതിലുള്ള ഇന്ധന ചിലവും ഷിപ്പിംഗ് ഇൻഷുറൻസ് കമ്പനികളുടെ കുതിച്ചുയരലുകൾക്കുമാണ് വഴിവെച്ചിരിക്കുന്നത്. ഇതിന്റെ നേരിട്ടുള്ള പ്രത്യാഘാതം അനുഭവിച്ചു തുടങ്ങുന്നത് സാധാരണക്കാരായ ഉപഭോക്താക്കളാണ്. ഇന്ധനവില വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ നിത്യോപയോഗ സാധനങ്ങളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളുടെയും വില വിപണിയിൽ വൻതോതിൽ ഉയരാൻ ഇത് കാരണമാകുന്നു. ഇന്ത്യ അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെങ്കടലിലെ ഈ കലുഷിതാവസ്ഥ അതീവ ആശങ്കാജനകമാണ്. യൂറോപ്പിലെയും പശ്ചിമേഷ്യയിലേക്കുമുള്ള ഇന്ത്യയുടെ കയറ്റുമതിയുടെയും ഇറക്കുമതിയുടെയും സിംഹഭാഗവും ഈ നാവികപാതയെ ആശ്രയിച്ചാണ് നടക്കുന്നത്. ഇന്ധന വിതരണ ശൃംഖലയിൽ ഉണ്ടാകുന്ന ഏതൊരു തടസ്സവും രാജ്യത്തെ പണപ്പെരുപ്പത്തിന് ആക്കം കൂട്ടുകയും വിപണിയെ മന്ദഗതിയിലാക്കുകയും ചെയ്യും. നയതന്ത്ര തലത്തിൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വിവിധ രാജ്യങ്ങൾ ഇടപെടുന്നുണ്ട് എങ്കിലും ഗാസയിലെയും പശ്ചിമേഷ്യയിലെയും സൈനിക നടപടികൾ പൂർണ്ണമായും അവസാനിപ്പിക്കാതെ പിന്മാറില്ല എന്ന ഹൂതികളുടെ നിലപാട് പ്രതിസന്ധി നീണ്ടു നിൽക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. സാമ്രാജ്യത്വ ശക്തികളുടെ സൈനിക മേധാവിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പ്രാദേശിക പ്രതിരോധ പ്രസ്ഥാനം ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ ഉലയ്ക്കുന്ന അപൂർവമായ കാഴ്ചയ്ക്കാണ് ചെങ്കടൽ ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്കൻ സഖ്യസേന തങ്ങളുടെ സൈനിക നീക്കങ്ങൾ ശക്തമാക്കുകയോ അല്ലെങ്കിൽ മേഖലയിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുകയോ ചെയ്യാതെ ഈ പ്രകമ്പനങ്ങൾ അടങ്ങില്ല. പശ്ചിമേഷ്യയിലെ ഈ പുതിയ യുദ്ധമുഖം ലോകത്തെ എങ്ങോട്ടാണ് നയിക്കുന്നത് എന്ന് വരും മണിക്കൂറുകളിലെ നയതന്ത്ര സൈനിക നീക്കങ്ങളിൽ നിന്ന് കൂടുതൽ വ്യക്തമാക്കാൻ സാധിക്കും.